ഇടുക്കിയിൽ DCC പ്രസിഡന്റിന്റെ ബന്ധുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വ്യാപക പ്രതിഷേധം. CP മാത്യുവിന്റെ ഭാര്യ സഹോദരനാണ് മത്സരമുഖത്ത് ഉള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമല്ലാത്തയാളാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലോടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. ഇളംദേശം ബ്ലോക്കിൽ നെയ്യശ്ശേരി ഡിവിഷനിലാണ് DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ ഭാര്യ സഹോദരൻ ലാലു ജോസഫ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമല്ലാത്ത ലാലു പ്രാദേശിക നേതൃത്വം സമർപ്പിച്ച പട്ടികയിലും ഉൾപ്പെട്ടിരുന്നില്ല. എന്നാൽ ലാലുവിനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. സ്വാധീനം ഉപയോഗിച്ചാണ് ലാലു സ്ഥാനാർത്ഥിയായതെന്ന വിമർശനം കോൺഗ്രസിൽ ശക്തമാണ്. അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് DCC പ്രസിഡന്റിന്റെ ഭാര്യയോ അല്ലെങ്കിൽ കുടുംബക്കാരോ അല്ലല്ലോ. അതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം. തന്റെ സ്ഥാനാർത്ഥിത്വം നേതൃത്വത്തിന്റെ തീരുമാനമാണെന്നാണ് ലാലുവിന്റെ വിശദീകരണം. പാർട്ടി തീരുമാനിച്ചു, അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നു. മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു താങ്കൾ മത്സരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നു. സ്ഥാനാർത്ഥിക്കെതിരെ പ്രാദേശിക നേതാക്കൾ KPCCക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരെ അവഗണിച്ചാണ് ലാലുവിനെ സ്ഥാനാർത്ഥിയാക്കിയത്. മുതിർന്ന നേതാക്കളുടെ അറിവോടെ കോൺഗ്രസ് സീറ്റുകൾ വിൽപ്പന നടത്തുകയാണെന്ന ആക്ഷേപവും കോൺഗ്രസിലുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.